ഇന്ന് പറയുന്ന സിനിമയിൽ പ്രധാനമായിട്ടും രണ്ട് കഥാപാത്രങ്ങളാണുള്ളത്. ഒന്ന് അർജുൻ ദാസ്, അതുപോലെ തന്നെ കാളിദാസ് ജയറാം. രണ്ടുപേരും മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് ആണ്. അപ്പം അർജുൻ ദാസിന്റെ കോളേജ് ലൈഫ് കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ തീസിസ് സബ്മിറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് അതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുകയാണ് കാളിദാസ് ജയറാം ജൂനിയർ ആയിട്ട് ഈ കോളേജിലോട്ട് വരുന്നത്. പക്ഷേ അർജുൻ ദാസിനും കാളിദാസ് ജയറാമിനും ഒരു പാസ്റ്റ് ഉണ്ട്. പാസ്റ്റിൽ നടന്ന ചെറിയൊരു പ്രശ്നമുണ്ട്, അതിന്റെ റിവെഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ കഥ ആരംഭിക്കുന്നു. പിന്നെ മുന്നോട്ട് പോകുന്നത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞാണ് പിന്നെ സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് സിനിമയുടെ മറ്റ് വിശേഷങ്ങളിലേക്ക് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് സിനിമയെ പറ്റിയുള്ളതായാലും അല്ലെങ്കിൽ വീഡിയോയെ പറ്റിയുള്ളതായാലും എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത്. എങ്കിൽ മാത്രമേ ഇതുപോലെ റിലീഫ് ആവുന്ന സിനിമയുടെ വിശേഷങ്ങളും അല്ലെങ്കിൽ ചെറിയ സിനിമയിൽ നല്ല സിനിമകളൊക്കെ നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കുക. നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. നമസ്കാരം, മൂവി സറൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 പുറത്തു വന്ന ഒരു തമിഴ് ആക്ഷൻ ഡ്രാമ മൂവിയാണ് പോർ. അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങളാണ് നോക്കുന്നത്. ബിജോയ് നമ്പ്യാർ അദ്ദേഹമാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ സിനിമയിലോട്ട് വരാൻ അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്തിടയ്ക്ക് ഏതോ ഒരു മലയാള ചിത്രം തിയേറ്ററിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇന്റർവൽ ടൈമിൽ ഈ സിനിമയുടെ ട്രെയിലർ വന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഇംപ്രഷൻ തോന്നി എനിക്ക്. ആ ഒരു രീതിയിൽ നല്ലൊരു മേക്കിംഗ് തോന്നി ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ. അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ കൊടുത്തത്. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ പറയാം. അതിന് മുന്നേ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞ ശേഷം, അല്ലെങ്കിൽ പോസിറ്റീവായി തോന്നിയ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞ ശേഷം മറ്റ് വിശേഷങ്ങൾ ഞാൻ പറയാം. സിനിമയിൽ ഇപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഓവറോൾ ആ ഒരു സൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ വർക്കും BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയി എനിക്ക് തോന്നി. ചില സീനുകളിലൊക്കെ നല്ലപോലെ അത് വന്നിട്ടുണ്ട്. എന്നാൽ ചില സീനുകളിലോട്ട് വരുമ്പോൾ മോശമായിരുന്നു എന്നല്ല, ആ സീനിനെ അങ്ങ് വല്ലാതെ പുഷ് ചെയ്യാനായിട്ട് ഈ BGM ഒക്കെ കിടന്ന് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കുന്ന പോലെ, കഷ്ടപ്പെടുന്ന പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഓവറോൾ സിനിമാറ്റോഗ്രാഫി ആയാലും വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. രണ്ടുപേരും കൂടിയാണ് ചെയ്തിരിക്കുന്നത്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ അവിടെയും ചെറിയ പ്രശ്നമുണ്ട്. ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോൾ ചില സീനുകളൊക്കെ കാണുമ്പോൾ ഒരു ബ്ലർ ഫീൽ വരുന്നു. അങ്ങനെ ആയി പോയോ, ഫൈറ്റിലോട്ടൊക്കെ വരുമ്പോൾ, ആക്ഷൻ സീക്വൻസുകളൊക്കെ വരുമ്പോൾ ഒരു ബ്ലർ ഫീൽ വന്ന പോലെയും എനിക്ക് തോന്നി. ഓവറോൾ പെർഫോമൻസ് വൈസ് വരുമ്പോഴായാലും എല്ലാവരും അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കാളിദാസ് ജയറാമൊക്കെ അദ്ദേഹത്തിന്റെ പഴയ സിനിമകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ചില റൊമാൻറ്റിക് സീനുകളായാലും അതുപോലെ തന്നെ ചില ക്യാരക്ടർ ചേഞ്ച് ഉണ്ട്, ചെറിയ രീതിയിൽ വരുന്ന ആ ഒരു എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് നീറ്റായിട്ട് നല്ലപോലെ തന്നെ അദ്ദേഹം ചെയ്തു എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഇപ്പം അർജുൻ ദാസ് ആയാലും സിനിമയിൽ വന്ന മറ്റ് സ്ത്രീ കഥാപാത്രങ്ങളായാലും എല്ലാവരും അവരവർക്ക് കൊടുത്ത റോളുകൾ അത് നീറ്റായിട്ട് തന്നെ ചെയ്തു എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയൊരു കാര്യം. പിന്നെ സിനിമ പറയുന്ന പ്രധാനമായിട്ട് ഒരു കോളേജ് ലൈഫാണ്, അല്ലെങ്കിൽ കോളേജ് കാലഘട്ടങ്ങളിൽ നടക്കുന്ന കഥയാണ്. അവിടെ രാഷ്ട്രീയം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനും അതുപോലുള്ള ഒരു കോളേജിൽ നിന്നാണ് വന്നത്, ഈ രാഷ്ട്രീയ ഒരു കോളേജിൽ നിന്ന് തന്നെയാണ് വന്നത്. അപ്പോൾ അതൊക്കെ എത്രത്തോളം വരുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇതിലോട്ട് വരുമ്പോൾ അതൊക്കെ ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. അതൊരു പോസിറ്റീവായിട്ടല്ല ഞാൻ പറഞ്ഞത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോളേജ് ലൈഫൊക്കെ ആകുമ്പോൾ എങ്ങനെ പോകും നമുക്കറിയാം. പക്ഷെ ഇതൊക്കെ ഭയങ്കര മെച്യൂരിറ്റിയാണ്, പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങൾക്കൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മെച്യൂരിറ്റിയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ പറയാം അവൻ പ്രായത്തൊക്കെ കൂടുതൽ പക്വത കാണിക്കുന്നു എന്ന് പറയില്ല, ആ ഒരു രീതിയാണ് ആ കോളേജ് ലൈഫൊക്കെ പ്രസന്റ് ചെയ്യുന്ന രീതി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും ഒരു റിവഞ്ച് സ്റ്റോറി ആരംഭിക്കുന്നു. അത് ബിൽഡപ്പ് ചെയ്ത് ക്ലൈമാക്സിലോട്ട് വരുന്നു. ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ പെട്ടെന്ന് ചുരുങ്ങിപ്പോയ ഒരവസ്ഥ പോലെ എനിക്ക് തോന്നി. ആ ഒരു സ്റ്റോറി അവർ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ആ ഒരു സ്റ്റോറി, അതിന് തീവ്രത കൂട്ടാനായിട്ട് കുറച്ച് രാഷ്ട്രീയ കളികൾ കാര്യങ്ങളൊക്കെ, അതും സിനിമയുടെ കണ്ടിന്യൂറ്റി തന്നെ, സിനിമയിൽ പറയുന്ന പ്രശ്നങ്ങളുടെ എൻഡിങ് ആ ഒരു രൂപത്തിൽ അത് കൊണ്ടിരുന്നു. അതും പക്ഷേ ഈ ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിൽ നിന്ന് മാറുന്നു. പിന്നെ ഇതിനൊക്കെ പിന്നെയും തീവ്രത കൂട്ടാനായിട്ട് ക്ലൈമാക്സ് വലിയൊരു രീതിയിൽ ഒരുക്കുന്നുണ്ട്. ഒരു വലിയ ഗ്രൗണ്ടിൽ ഒത്തിരി ആർട്ടിസ്റ്റുകളെ നിർത്തി ഭയങ്കര നല്ലപോലെ എഫേർട്ട് എടുത്ത് എല്ലാവരുടെയും പെർഫോമൻസ്, പ്രത്യേകിച്ച് ഡ്രോണിലൊക്കെ അത് ഷൂട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഭയങ്കര കളർ എഫക്റ്റ് കാര്യങ്ങളൊക്കെ വന്ന് ഫയർ ആ ഒരു സെറ്റപ്പിൽ നല്ല രീതിയിൽ അത് അവർ എടുക്കാനായിട്ട് ശ്രമിച്ചു. ഭയങ്കരമായിട്ട് അവർ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചു. ക്ലൈമാക്സ് തീവ്രത കൂട്ടാനായിട്ട് ക്ലൈമാക്സിൽ അവർ ശ്രമിച്ചു. പക്ഷേ മൊത്തം ആ ഒരു ബേസിക് സ്റ്റോറിക്ക് ഒരു നല്ല ഫിനിഷിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതെനിക്ക് ഫീൽ ചെയ്തില്ല അങ്ങനെ, അതുകൊണ്ട് തന്നെ അത്രത്തോളം ആ ഒരു എഫക്റ്റ് കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇത് ഈ സിനിമയിൽ നിന്ന് മൊത്തത്തിൽ കിട്ടിയ ഒരു അനുഭവം. എന്നാൽ പോലും അവർ അതുവരെ ക്ലൈമാക്സ് വരെ കൊണ്ടുവന്ന ആ ഒരു രീതി നോക്കുമ്പോൾ സിനിമ നല്ല രീതിയിലൊരു സ്റ്റോറി പ്രസന്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യം നമ്മളെ എൻഗേജിങ് ആക്കി ത്രില്ലിംഗ് ആക്കി സിനിമ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് സിനിമ എനിക്ക് തന്നത്. നിലവിൽ സിനിമ തിയേറ്ററുകളിലുണ്ട്.
അത്യാവശ്യം നമുക്ക് വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ടൈം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് കണ്ടിരിക്കാം. പ്രത്യേകിച്ച് കോളേജ് ലൈഫ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവർ കാണുക. കുട്ടികൾക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ബാക്കി മുതിർന്നവർക്ക് കാര്യങ്ങൾക്കൊക്കെ ഒരേപോലെ കാണാം. ചെറിയ കുട്ടികൾക്ക് ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാര്യം. അല്ലെങ്കിൽ അവർക്കിത് അങ്ങനെ എന്റർടൈൻ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കാണുക. സിനിമ നിലവിൽ തിയേറ്ററുകളിലുണ്ട്. എന്തായാലും ഇതുപോലെയുള്ള റിലീസിംഗ് സിനിമയുടെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ചെറിയ സിനിമയിൽ നല്ല സിനിമയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.